യോശുവ 2-ാം അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ബർഗ്മോർ. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി യെരിഹോ ദേശം നോക്കി വരുവിനെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് റാഹാബ് എന്നു പേരുള്ളൊരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ഒറ്റുനോക്കുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. യെരിഹോ രാജാവ് റാഹാബിൻ്റെ അടുക്കൽ ആളയച്ചു. നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ രാപാർത്തിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു. അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിലും എവിടത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പോയി. എവിടേക്ക് പോയി എന്ന് എനിക്കറിവില്ല. വേഗം അവരുടെ പിന്നാലെ ചെല്ലുവിൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ആ ആളുകൾ യോർദാനിലേക്കുള്ള വഴിയായി കടവ് വരെ അവരെ അന്വേഷിച്ച് ചെന്നു. തിരഞ്ഞു ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു. കർത്താവേ, നിന്റെ ശരണത്തിന്മേൽ നിദ്ര പ്രാപിച്ച നിന്റെ ദാസരെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ വസിപ്പിക്കണമേ. ആമേൻ.